വയനാട് കല്ലൂരിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഭൂമി തരം മാറ്റി നൽകിയില്ല എന്ന പരാതിയിൽ ഡെപ്യൂട്ടി കളക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വിവാദം. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ തന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഡെപ്യൂട്ടി കളക്ടർ സി ഗീതയുടെ വാദം. ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പരാതിക്കാരനും കേരള കോൺഗ്രസ് എം നേതാവുമായ KJ ദേവസിയുടെ പ്രതികരണം. നൂൽപ്പുഴ വില്ലേജിലെ കല്ലൂരിൽ 10 സെന്റ് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പാലിച്ചില്ലെന്ന പേരിലാണ് വയനാട് ഡെപ്യൂട്ടി കളക്ടർ സി ഗീതയെ സസ്പെൻഡ് ചെയ്തത്. സ്ഥലപരിശോധനയ്ക്കെത്തിയ ഘട്ടത്തിൽ 10,000 രൂപ ഡെപ്യൂട്ടി കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നയാൾ ആവശ്യപ്പെട്ടതായും പരാതിക്കാരനായ KJ ദേവസ്യ ഉന്നയിക്കുന്നുണ്ട്. ഒരു ദിവസം ഇവിടെ കാണാൻ വന്നിട്ട് അവർ എന്തൊക്കെയോ കണ്ടുപോയി. ഞങ്ങൾ കൂടുതൽ സംസാരിച്ചില്ല. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഡെപ്യൂട്ടി കളക്ടറൊക്കെ ഇത് ശരിയാക്കി തരും, നിങ്ങളൊരു 10,000 രൂപ കൊടുത്താൽ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം വേണ്ട, അല്ലാതെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും ശുപാർശകൾ പ്രതികൂലമായതുകൊണ്ടാണ് തരം മാറ്റൽ അനുവദിക്കാതിരുന്നതെന്നായിരുന്നു ഡെപ്യൂട്ടി കളക്ടറുടെ പ്രതികരണം. കൈക്കൂലിയുടെ പേരുള്ള പരാതി വ്യാജമാണെന്നും സി ഗീത വ്യക്തമാക്കുന്നു. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാള് അയാളോട് 10,000 രൂപ കൊടുത്താൽ ഡെപ്യൂട്ടി കളക്ടർ തരമാറ്റം നടത്തി തരാന്ന് പറഞ്ഞു. എനിക്ക് 33 കൊല്ലത്തെ സർവീസ് ഉണ്ട്. ഞാൻ ജോലി ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാനൊരു അഴിമതിക്കാരിയാണെന്ന് തെളിയിക്കട്ടെ. ഗീതയ്ക്കെതിരെ വകുപ്പുതല നടപടി അല്ല എന്ന റവന്യൂ മന്ത്രി കെ രാജൻ. അപേക്ഷ പരിഗണിക്കുന്നതിൽ ബോധപൂർവമായ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായതായും മന്ത്രി. പരാതി കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഓൺലൈൻ പരിശോധനയിൽ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവമായിട്ടുള്ള ഡിലേ ആണെന്ന് സംശയിപ്പിക്കപ്പെടാവുന്ന വിധത്തിൽ കണ്ടമാനം കാലതാമസം എടുത്തിട്ടുണ്ട്. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഗീതയ്ക്കെതിരായ നടപടി ചട്ടവിരുദ്ധമെന്നാരോപിച്ച് NGO അസോസിയേഷനും രംഗത്തുണ്ട്. ഇന്നലെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.